ഈ ആപ്പ് വഴി പരസ്പരം ബന്ധപ്പെട്ട് പറഞ്ഞുറപ്പിച്ച് അവിടെ ചെന്നത്. അങ്ങനെ ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടി എൻഗേജ് ചെയ്യുന്ന ഒരു സമയം മറ്റ് 2 പേർ ഇതൊന്നും അറിയാത്തതുപോലെ സംഭവ സ്ഥലത്തേക്ക് കടന്നു വരികയും അവർ ഇയാളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും ഇതിനോടൊപ്പം തന്നെ ഇയാളുടെ ചില ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരും ഒപ്പം ഈ കാറിൽ സഞ്ചരിക്കുകയും കൈകൾ രണ്ടും ഇവരുടെ ടീഷർട്ട് തന്നെ അഴിച്ച് കൂട്ടിക്കെട്ടുകയും ഒക്കെ ചെയ്ത ശേഷം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 3 പവനോളം മാലയും മോതിരവും സ്വർണ്ണാഭരണങ്ങൾ ഊരി വാങ്ങി സുമതി വളവ് എന്ന് പറയുന്ന പാലോടിനടുത്തുള്ള വന പ്രദേശത്ത് കൊണ്ട് കൂട്ടായ്മയാണ് നമ്മൾ മഴവിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഗേയ ഇപ്പോൾ കണ്ടുവിടുന്ന ലെസ്ബിയൻസ്. കാരണം ഇത്രയും ആൾക്കാരെയൊക്കെ പ്രത്യേകിച്ചൊരു ശരിക്കും സ്ത്രീകളോടൊക്കെ അട്രാക്ഷൻ തോന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ പുരുഷന്മാരാണ് തോന്നുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിയിരുന്നതോടെ വേണം ഇത്തരം ആളുകൾ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ഹണി ട്രാപ്പ് മറ്റേ ആപ്പ് എല്ലാ ട്രാപ്പിലും പോയി ചാടും. ഇതും അതുപോലെ സംഭവിച്ച ഒരു ഹോർമോണിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളൊരു ആപ്പിലും കയറി കണ്ടവരുടെ ഇങ്ങനെ കാമപ്പൊതിയും പോയി. ഇപ്പോൾ തീർന്നില്ല എല്ലാ പരിപാടിയും. ആൾക്കാർ പിടിച്ചടിച്ചിരുന്നു ഓരോ രൂപയും എല്ലാത്തിനും ഒരു മറൻ ചതിയാണ്. ഇതിലുള്ള എല്ലാവർക്കും അതെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പോകാതിരിക്കുക. ഒരു മനുഷ്യനറിയാൻ സെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശപ്പുള്ളതാണ്. അതിന് കണ്ടാൽ ഇപ്പോഴും പിന്നെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്ന പ്രധാന കാര്യങ്ങളൊന്നും സെക്സാണ്. അത് ലെസ്ബിയൻ ആവാം, ഗേ ആവാം, അല്ലെങ്കിൽ നോർമലി പറയുന്ന സ്ത്രീ പുരുഷനാകാം. അങ്ങനെയുള്ള ട്രാപ്പ് വെച്ച് ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിൽ ചിലത് മാത്രമാണ്. പിന്നെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഇതിൻ്റെ മുക്കിൽ പോയാലും ചിലപ്പോൾ അരമന രഹസ്യം പോലെ തുടരുന്നതാണ് ഈ പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അക്ഷയ വ്ളോഗറൊക്കെ കോഴിക്കോടൊക്കെ പോയി നിന്നിട്ടുള്ള അത് കണ്ടാണ്. കാരണം നമ്മളിപ്പോൾ ആണുങ്ങളും സുരക്ഷിതരല്ല, അതിന് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും സേഫ് അല്ല. തീർച്ചയായിട്ടും ഇതുപോലുള്ള അപ്പോഴൊക്കെ ഒന്നും ആൾക്കാരുടെ പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോൾ ചാടി പുറപ്പെടാതിരിക്കുക. കാരണം നമ്മൾ എവിടെ നിന്നൊക്കെ ചതി വരുന്നതെന്നും മനുഷ്യനെ ഏറ്റവും പറ്റിക്കാൻ എളുപ്പമുള്ളതാണ്, മനുഷ്യനെ ഏറ്റവും ആർത്തിയുള്ളതാണ് ഈ സെക്സ് എന്നുള്ളത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇങ്ങനത്തുള്ള ട്രാപ്പുകളിലൊക്കെ ഒന്നും പോയി പെടാതിരിക്കുക ദൈവത്തെ ഓർത്ത്.